നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ FA കപ്പിൽ നടന്ന സെമി ഫൈനൽ പോരാട്ടത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയും ചെൽസിയും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത്. ഏകപക്ഷീയമായ ഒരു ഗോളിന് ചെൽസിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് മാഞ്ചസ്റ്റർ സിറ്റി ഇപ്പോൾ ഫൈനലിൽ പ്രവേശിച്ചിട്ടുണ്ട്. മത്സരത്തിന്റെ 84-ാമത്തെ മിനിറ്റിൽ ബെർണാഡോ സിൽവ നേടിയ ഗോളാണ് ഈ മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഇപ്പോൾ വിജയം സമ്മാനിച്ചിട്ടുള്ളത്. ഇതോടുകൂടി ചെൽസി ഫൈനൽ കാണാതെ പുറത്താവുകയും ചെയ്തു. വെംബ്ലിയിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം നടന്നത്. ഈ മത്സരത്തിൽ പരാജയപ്പെട്ട് പുറത്തായതിനു ശേഷം ചെൽസിയുടെ ബ്രസീലിയൻ വെറ്ററൻ താരമായ തിയാഗോ സിൽവ കണ്ണീരണിഞ്ഞുകൊണ്ടാണ് മടങ്ങിയത്. അദ്ദേഹത്തിന് കരച്ചിൽ വന്നിരുന്നു എന്നുള്ളതാണ്. വളരെ വികാരഭരിതനായിക്കൊണ്ടാണ് അദ്ദേഹം കളിക്കളം വിട്ടത്. കാരണം ചെൽസിക്ക് ഈ സീസണിൽ അവശേഷിച്ചിരുന്ന ഏക കിരീട പ്രതീക്ഷയായിരുന്നു FA കപ്പ്. അതും നേടാനാവാതെയാണ് അദ്ദേഹം ഇപ്പോൾ തിരികെ നടക്കുന്നത്. നമുക്കറിയാം, തിയാഗോ സിൽവയുടെ ചെൽസിയുമായുള്ള കോൺട്രാക്ട് വരുന്ന ജൂണിൽ അവസാനിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഈ ഒരു കരാർ പുതുക്കാൻ ചെൽസി ഉദ്ദേശിക്കുന്നില്ല. മാത്രമല്ല, തിയാഗോ സിൽവയും ക്ലബ്ബ് വിടാനുള്ള ഒരു ഒരുക്കത്തിൽ തന്നെയാണ്. അദ്ദേഹം യൂറോപ്പിലെ ഫുട്ബോൾ തന്നെ അവസാനിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ്. അദ്ദേഹത്തിന്റെ പ്രായം നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ ബ്രസീലിലേക്ക് മടങ്ങി പോവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി എന്നാണ് റിപ്പോർട്ടുകളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. ചെൽസി കരാർ പുതുക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും അദ്ദേഹം ചെൽസിയിൽ തന്നെ തുടരും. അതല്ല എങ്കിൽ അദ്ദേഹം ബ്രസീലിലേക്ക് മടങ്ങും. തന്റെ മുൻ ക്ലബ്ബായ ഫ്ലൂമിനൻസിലേക്ക് അദ്ദേഹം മടങ്ങും എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്കറിയാം, യൂറോപ്പിലുടനീളം പല പ്രധാനപ്പെട്ട ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് തിയാഗോ സിൽവ. പോർട്ടോ, അതുപോലെ തന്നെ ഡൈനാമോ മോസ്കോ, AC മിലാൻ, PSG എന്നിവർക്കൊക്കെ വേണ്ടി കളിച്ചതിന് ശേഷമാണ് അദ്ദേഹം ചെൽസിയിൽ എത്തിയത്. ചെൽസിക്കൊപ്പം ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടാനുള്ള ഒരു ഭാഗ്യം തിയാഗോ സിൽവക്ക് ഉണ്ടായി എന്നുള്ളതാണ്. ഏതായാലും അധികം വൈകാതെ തിയാഗോ സിൽവ തന്റെ ഭാവിയെക്കുറിച്ചുള്ള ഒരു തീരുമാനം എടുത്തേക്കും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കൊണ്ടും കാണാം.